തികച്ചും അവിചാരിതമായിട്ടാണ് 1996-ൽ എസ് അജയകുമാർ ഒറ്റപ്പാലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നത്. അന്ന് വിജയിച്ച അജയകുമാർ ഒറ്റപ്പാലം മണ്ഡലം പുനഃസംഘടിപ്പിച്ച് ആലത്തൂരാക്കുന്നതുവരെ മണ്ഡലത്തിന്റെ പാർലമെന്റിലെ ശബ്ദമായിരുന്നു. രാവിലെ ചായ കുടിക്കുമ്പോഴാണ് പത്രത്തിൽ ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വാർത്ത കണ്ടത്. അപ്പോൾ എനിക്ക് സംശയമില്ലായിരുന്നു. പിന്നീട് പാർട്ടി നേതൃത്വം അറിയിക്കുകയും ചെയ്തു. കന്യാംഗത്തിൽ എനിക്കത്ര ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. ആദ്യ മത്സരത്തിൽ 21,000 വോട്ടിന് വിജയിച്ചു. മൂന്നാം തവണ പന്തളം സുധാകരനെതിരെ മത്സരിച്ചതാണ് ഏറ്റവും ശക്തമായ പോരാട്ടം. പന്തളം സുധാകരനെതിരെ മത്സരിച്ചപ്പോൾ അടുപ്പക്കാർ പോലും പറഞ്ഞതിങ്ങനെ: മാർപ്പാപ്പ വരുമ്പോൾ എന്തിനാണ് കപ്പ്യാരെ കാണാൻ പോകുന്നത് എന്ന മട്ടിലുള്ളൊരു പ്രചരണമായിരുന്നു. ആ പ്രചരണത്തിൽ ഒരുപാട് ഇടതുപക്ഷ മനസ്സുകളെ തന്നെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയത്തിന് അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു. പക്ഷേ എനിക്കപ്പോഴും ഞാനൊരു പരാജയപ്പെടും തോന്നിയിരുന്നില്ല. 5 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ലീഡ് ചെയ്തു. പക്ഷേ ഒറ്റപ്പാലം മണ്ഡലത്തിലും കുഴൽമന്ദം മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തിലും ഞാൻ ലീഡ് ചെയ്തു. 5 മണ്ഡലത്തിനെയും കവിച്ചുകൊണ്ട് ഏതാണ്ട് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞാനന്ന് ജയിക്കുന്ന സാഹചര്യമുണ്ട്. 13 വർഷം തുടർച്ചയായി പാർലമെന്റ് മെമ്പറായിരുന്നു അജയകുമാർ. ഒറ്റപ്പാലം മണ്ഡലം ആലത്തൂരായതോടെ ഇടതുപക്ഷത്തിന് പുതിയ സ്ഥാനാർത്ഥിയുമായി. എസ് അജയകുമാർ നിലവിൽ സംസ്ഥാന പട്ടികജാതി കമ്മീഷൻ അംഗമാണ്. മീഡിയ 1 പാലക്കാട്.